കുറാസിന്റെ 20ാം വാർഷികം വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വരണല്ലോ. വില കൂടിയ സാധനങ്ങളാണ്, എന്നാലും ഒരു അപ് ടു 30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു അടിപൊളി വീട്ടി ഡിസൈനിൽ വരുന്ന ഒറ്റ നോട്ടത്തിൽ ഇത് വീട്ടി തന്നെയാണ്. അത് മാത്രമല്ല അടിച്ചാൽ ആ വുഡിന്റെ ഫീല് കിട്ടുന്ന അടിപൊളി ഡോർ. ഈ ഡോറിന് എത്ര കൊടുക്കണം? ഇത് സിംഗിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 feet ഡോർ ആണെങ്കിൽ 20,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 7,000 to 10,000 ആണ് ആവറേജ് ഇൻ ബിറ്റ്വീൻ കോസ്റ്റ് വരുന്നത്. ഡ്യൂറബിൾ ആണ്, നമുക്ക് എപ്പോഴെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ഈസിയാണ്. ക്ലിയർ ആ ഒരു വുഡൻ ഫീല്. പടികൾ ഹൈറ്റ് കൂടുമ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വാക്കിങ് ഓടുന്ന സമയത്തൊക്കെ ജമ്പ് ചെയ്ത് പോകുക അല്ലെങ്കിൽ കയറി പോകേണ്ട ഒരു പ്രശ്നങ്ങൾ. സ്ലോട്ടിലോട്ട് കയറി നിൽക്കുന്നുണ്ട്, സെക്യൂരിറ്റി പാർട്ടാണ്. മറ്റുള്ള കമ്പനിയിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സ്റ്റീൽ ഡോർ എല്ലാവരും പറയുന്നു സ്റ്റീൽ ഡോർ. കുറാസിന് ഇത്രയും വർഷമല്ലേ, 20 വർഷത്തോളമായി, എന്തൊക്കെ അപ്ഡേഷൻ വന്നു? ഇങ്ങനെ ഉണ്ടാവും, അതോ നമ്മൾ പെയിന്റ് ചെയ്യണോ? അത് വേണ്ട, കോട്ടഡ് വുഡ് ഗ്രെയിൻ അപ്ലൈ ചെയ്ത വിൻഡോസ് ഹാൻഡിൽ ഉൾപ്പെടെ കേട്ടോ അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനാവുമ്പോൾ റേറ്റ് എത്ര കൊടുക്കണം? ഹായ് ഫ്രണ്ട്സ്, വീട് പണി ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഓഫറുകൾ തേടി പോകാറുള്ളത്. ഇന്നിതാ സ്റ്റീൽ ഡോർ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന കോഴിക്കോട് കുറ്റിക്കാട്ടിലെ കുറാസ് ഇതാ 20ാം വാർഷികത്തോടനുബന്ധിച്ചും കിടിലനായിട്ടുള്ള ഓഫറുകൾ തരികയാണ് നിങ്ങൾക്ക്. വീടിന്റെ ഭംഗിക്കും സുരക്ഷയ്ക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഡോറുകളിൽ 35% വരെ ഡിസ്കൗണ്ട് ആണ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചു തരാം. വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ നിങ്ങളെ കൂടെ സലീം ആലുക്കൽ. സ്റ്റീൽ ഡോറിൽ അങ്ങനെ ഓഫറുകളൊന്നും കാണാറില്ല. സലീം ഖാൻ നമസ്കാരം. നമ്മുടെ വ്യൂവേഴ്സിന് 20ാം വാർഷികമായിട്ട് നല്ല ഓഫർ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട് അല്ലെങ്കിൽ കുറ്റിക്കാട്ടിൽ വന്നാൽ ഓഫർ കിട്ടും സ്റ്റീൽ ഡോറിൽ. ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചസിലും, എല്ലാ കേരളത്തിലും പുറത്തുള്ള എല്ലാ ബ്രാഞ്ചസിലും ഒരേ ഓഫറാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നോട്ട് ഓൺലി കാലിക്കറ്റ് ബ്രാഞ്ച്. അതെ, ഓക്കെ. അതെ, കുറാസിനെ കുറിച്ച് പറയേണ്ടത് 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നു അല്ലേ? ഇപ്പോൾ ഇന്ത്യ മൊത്തം വ്യാപിച്ചു കഴിഞ്ഞു. സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പെൻഷൻ വരുന്നുണ്ട്. 4 to 5 സ്റ്റേറ്റിൽ നല്ല രീതിയിൽ ഓപ്പറേഷൻ വരും. ഓക്കെ. അപ്പോൾ കുറാസിന്റെ മറ്റൊരു കാര്യം, ഈ സ്റ്റീൽ ഡോറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്, അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. പക്ഷെ 20 വർഷം മുൻപേ നിങ്ങൾ അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് അതിലെ സത്യം. അതെ, ഞങ്ങൾ 20ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. 20th ആനിവേഴ്സറി ഈ 25 ജനുവരിയോട് കൂടി 25 വർഷം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. 25 വർഷം. ഓക്കെ. ഈ വർഷം ഞങ്ങൾക്ക് ഒത്തിരി ഡോസുകൾ, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ക്യുറാസ് ഇമ്പോർട്ടഡ് സീരീസും ഓൺ പ്രൊഡക്ഷനുള്ള സീരീസിലും ഏത് പ്രോഡക്റ്റ് എടുത്താലും 1.5 lakh പർച്ചേസ് വരുന്ന കസ്റ്റമർക്ക് 10,000 ക്യാഷ് ഓഫർ, ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നു. ഓക്കെ, അതായത് നമ്മളിതാ ഒരു മെയിൻ ഡോർ 2-3 ഡോറൊക്കെ എടുക്കുമ്പോൾ ആൾമോസ്റ്റ് നല്ല റേഞ്ചിലേക്ക് ഒരു വീട്ടിലേക്ക് മൊത്തം എടുക്കാൻ പറ്റുന്ന ഒരു പാക്കേജ് ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ പറ്റും. ഡോറിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റിംഗ് ആണ് വരിക. ഒരു ബേസിക് 2 BHK വീടാണെങ്കിൽ 1.5 ലക്ഷം രൂപ കൊണ്ട് ഒരു വീടിന്റെ കംപ്ലീറ്റ് ഡോസ് ഇൻക്ലൂഡിംഗ് ബാത്റൂം ഡോസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ 10,000 അതിൽ കുറച്ച് കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും 10,000 രൂപ ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കും. 1.5 ഒരു സെറ്റ് പാക്കേജ് ആണ്. അതിൽ 10,000 പക്ക ഓഫറാണ്. കുറാസിന്റെ 20ാം വാർഷികം വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വരണല്ലോ അല്ലേ? സ്പെഷ്യൽ ഓഫറാണ് വരുന്നത് അല്ലേ? സ്പെഷ്യൽ ഓഫറാണ്. ഞങ്ങൾ ഇയർ ആൻഡ് സെയിൽസിലും 20th ഇയറിലൊക്കെ പ്രൊമോഷൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഡോറുകളുടെ ലിസ്റ്റാണ് ഇത്. ഓക്കെ, അപ്രോക്സിമേറ്റ് 10 മോഡൽസ് ഉണ്ട്. 10 മോഡൽസ് നമ്മളിവിടെ 2 വെച്ചുള്ളൂ. അത് 10 മോഡൽ ഉണ്ട് അല്ലേ? പക്ഷെ നല്ല വില കൂടിയ സാധനം കുറച്ച് കൊടുക്കുകയാണോ എന്നൊരു ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, വില കൂടിയ സാധനങ്ങളാണ്, എന്നാലും ഒരു അപ് ടു 30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. കോസ്റ്റ് വരിക ഒരു 18,000 to 23,000 ഇത്തരം ഡോറുകൾ, 1 meter ഡോറുകൾ, 1.3.5 ഡോറുകൾ, 3 feet ഡോറുകൾ കൊടുക്കാൻ പറ്റും. സൈസ് മെയിൻ ഡോറായിട്ടും ഇന്റേണൽ ഡോറായിട്ടും ഉപയോഗിക്കാം. എക്സിറ്റ് ഡോറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതാ നല്ലൊരു കിടിലൻ ഓഫറാണ് സലീം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു അടിപൊളി വീട്ടി ഡിസൈനിൽ വരുന്ന ഒറ്റ നോട്ടത്തിൽ ഇത് വീട്ടി തന്നെയാണ്. അത് മാത്രമല്ല അടിച്ചാൽ ആ വുഡിന്റെ ഫീല് കിട്ടുന്ന അടിപൊളി ഡോർ അല്ലേ? ഇത് ഇവിടെ ഒരു കണ്ണാടി അല്ലെങ്കിൽ എന്താ പറയാ വിൻഡോ ഉൾപ്പെടെയാണ്. ഗ്ലാസ് ആണ്, ഫിക്സഡ് ഗ്ലാസ് ആണ്. ഇത് 1.20 ഉണ്ടാവും. 1.25 സൈസ് വരും. ഇതാണ് മെയിൻ ഡോറിന് ആപ്റ്റ് ആവുന്ന സൈസ്. ഇതിന് എത്ര രൂപ ഉണ്ടാവും? ഇതിന് അപ്രോക്സിമേറ്റ് ഒരു 56,000 ആണ്. 56 ഉണ്ടാവും അല്ലേ? മെയിൻ ഡോർ ആട്ടോ. മെയിൻ ഡോറിന് നിങ്ങൾ ഇതിന് വാതിൽക്കട്ടിലെ വെക്കണ്ട, ഒന്നും വെക്കണ്ട, ഫിനിഷിംഗ് സ്റ്റേജിൽ കൊണ്ട് വെച്ചാൽ മതി. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാ മറ്റൊരു ഡോറ്, അടിപൊളി ഒരു
തേക്ക് വുഡ് ഫിനിഷിൽ തന്നെ പറയണം. ഇതിലൊരു ബ്ലാക്ക് ഒരു മോഡേൺ സ്റ്റൈൽ വരുന്ന ഹാൻഡിൽ ഉൾപ്പെടെ കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനാകുമ്പോൾ റേറ്റ് എത്ര കൊടുക്കണം? സ്റ്റാർട്ടിങ് 49,000 ആണ്. 49. ബേസ്ഡ് ഓൺ അക്സസറീസ് സ്ലൈറ്റ് ഡിഫറൻസ്, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. സ്റ്റീൽ ഡോർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ആളുകൾ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ ഒരു സംഭവമാണ്. അത് ക്യുറാസിലാണെങ്കിൽ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലേ നമ്മളിതാ ഡോറ് ചില വീടുകളിലൊക്കെ ഇത്ര തുറക്കുകയുള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇതാ മുഴുവനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ തന്നെ ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറ് വരുന്നത്. അത്രക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചറുകളെല്ലാം ഇപ്പോൾ സ്റ്റീൽ ഡോറിൽ വരുന്നുണ്ട്. മുമ്പേ വരുന്ന കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ടുള്ള ലോക്കുകൾ, നല്ല ഹാൻഡിൽ, നല്ല ഫിനിഷ്, അതുപോലെ ഒരു ഡോറിന് എന്തൊക്കെ വേണോ അതെല്ലാം ഉൾപ്പെടെ. ഇവിടെ കണ്ടില്ലേ ഒരു റബ്ബർ ബീഡിങ് വരെ ഈ ഒരു ഡോറിനകത്ത് വരുന്നുണ്ട്. അതായത് 180 ഡിഗ്രി വരെ ഈ ഡോറ് ഓപ്പൺ ആക്കും. സാധാരണ ഡോറുകളിൽ കാണുന്ന ഒരു ഫീച്ചറേ അല്ല. അത്രക്ക് സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്റ്റീൽ ഡോറ് എല്ലാവരും പറയുന്ന സ്റ്റീൽ ഡോറ്. ക്യുറാസിന് ഇത്രയും വർഷമല്ലേ, 20 വർഷത്തോളമായി എന്തൊക്കെ അപ്ഡേഷൻ വന്നു. ഇപ്പോൾ ഈ കാണുമ്പോൾ ഒക്കെ ഒരുപോലെ എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ മാർക്കറ്റിലെ ഒത്തിരി ഡോറുകൾ ഇമ്പോർട്ടഡ് ഡോസും അല്ലാതെയൊക്കെ സ്റ്റീൽ ഡോർ വിപണിയിലുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പെയിന്റിങ് ആപ്ലിക്കേഷൻ തന്നെ കാണാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റിൽ വരുന്ന ഒരു HTP ടെക്നോളജിയാണ് കൂടുതലും. HTP ഇമ്പോർട്ടഡ് ആണെങ്കിലും മറ്റുള്ള കമ്പനികൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു PU ക്ലിയർ സിസ്റ്റമാണ്. അത് PU ക്ലിയർ ആണ്, HTP അല്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഡ്യൂറബിൾ ആണ്. നമുക്ക് എപ്പോഴെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ഈസിയാണ്. ക്ലിയർ ആ ഒരു വുഡൻ ഫീല് ശരിക്കും നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ആക്റ്റായിട്ട് കാണാൻ പറ്റും. പെയിന്റിംഗ് ഫീല്, മാറ്റ് ഫിനിഷിലോ ഗ്ലോസി ഫിനിഷിലോ ക്ലിയർ വുഡ് ഫീല് 100% ആപ്ലിക്കേഷൻ ആവട്ടെ. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു സില്ലാണ്. സില്ല് ട്രഡീഷണലി നമ്മൾ പണ്ടൊക്കെ കണ്ടുവരുന്ന സില്ല് എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റ് കൂടിയാണ്. ആ അടിപ്പടികൾ ഹൈറ്റ് കൂടുമ്പോൾ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വാക്കിങ് ഓടുന്ന സമയത്തൊക്കെ ജമ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ കയറി പോകേണ്ട ഒരു പ്രശ്നമാണ്. ഇതൊരു ഇപ്പോഴുള്ള ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ ലീൻ ആയിട്ടുള്ള സില്ല് വെക്കുക എന്നുള്ളത്. നമ്മുടെ സില്ല് വരുന്നത് മാക്സിമം 3 സെന്റിമീറ്റർ വരുന്നുള്ളൂ. ഇത് ആർക്കിടെക്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന 3 സെന്റിമീറ്റർ ഈ അടിപ്പടിയുടെ കാര്യമാണ്. ഇതിൽ വേറെ കാര്യം കൂടി പറയുന്നുണ്ട്. അടിപ്പടി കൊടുക്കണ്ടെന്നത് പല ആൾക്കാർ പല അഭിപ്രായമാണ്. പക്ഷെ നമ്മളെ നാട്ടുകാർ പണ്ടേ പറയുന്നത് ഇഴജന്തുക്കളൊന്നും കയറി വരാതിരിക്കാനല്ലേ ഫ്രണ്ട് ഡോറിൽ ഒരു അടിപ്പടി വേണമെന്നാണ്. അപ്പൊ അടിപ്പടി സ്റ്റീൽ കളറിലൊക്കെ മുമ്പ് വന്നിരുന്നു. ഇപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ആയില്ലേ? സ്റ്റീൽ അത് കാണാൻ ഒരു ഭംഗിയാണ്. അതെ, മാർക്കറ്റിൽ പൊതുവെ കസ്റ്റമർ ചൂസ് ചെയ്യുന്നില്ല. ഡോറിന്റെ ഒരു നാച്ചുറൽ ഇത് കിട്ടണമെങ്കിൽ പുള്ളി വേണം. ഇതിന് ഡ്യൂറബിൾ ആണ്. കളർ ഫെയ്ഡ് ആവുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പോ ഇവിടെ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഇതിൽ ഹൈലൈറ്റ് ആണോ? റബ്ബർ സീലാണോ വരുന്നത്? അല്ല, ഇത് ഈ ഒരു സ്ലോട്ട്, ഈ ഒരു എക്സ്ട്രാ റിബറ്റ് ആണ്. ഡോർ ഷട്ട് ചെയ്യുമ്പോൾ ഡോർ ഈ സ്ലോട്ടിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി പാർട്ടാണ്. സെക്യൂരിറ്റി പാർട്ടാണ്. നമ്മളൊരു ലോക്കിംഗ് സിസ്റ്റത്തിൽ മാത്രം വൺ സൈഡ് ചെയ്യാം. മറ്റുള്ള കമ്പനിയിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ സ്ലോട്ടിൽ കൂടി എക്സ്ട്രാ റിബറ്റിൽ കൂടെ അതിന്റെ സെക്യൂരിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കള്ളന് ഇത് പെട്ടെന്ന് അങ്ങ് പൊളിച്ചു പോരാൻ പറ്റാത്ത രീതിയിലുള്ള ഡോറുകൾക്ക് റൈറ്റ് സൈഡിൽ നോക്ക് ചെയ്ത് കയറുന്നു, മറ്റേ ഭാഗത്തേക്ക് നോക്ക് ചെയ്ത് കയറുന്നു. ഇനിയിപ്പോ ഇതിന്റെ ഹാൻഡിലുകളൊക്കെ പല മോഡലിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഹാൻഡിൽ കസ്റ്റമൈസ്ഡ് അല്ല, ഓപ്ഷണൽ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. ഫ്ലാറ്റോ റൗണ്ടോ സ്ക്വയറോ ഒക്കെ ഉണ്ട്. SS-ലാണ് ഇത് ചെയ്യുന്നത്. ഇനി ഫാൻസി മോഡൽ വേണമെങ്കിൽ വയ്ക്കാം. ഇതിന്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹിഞ്ചസിന്റെ പാർട്ടാണ്. ഫുൾ ബോഡി ബട്ടർഫ്ലൈ ഹിഞ്ചസ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ സംസാരിച്ചു, ഇത് സാഗിങ്ങിന് സാധ്യതയുള്ളതുകൊണ്ട് ഹിഞ്ചസ് വെക്കുന്നത് ഫുൾ ബോഡി ബട്ട് ഹിഞ്ചസ് ആണ് നല്ലത്. പിന്നെ ഹിഞ്ചസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇതിനകത്ത് ബാക്ക് 3mm ഒരു ബാക്ക് മെറ്റൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലുണ്ട്, നിർബന്ധമാണ്. മറ്റുള്ള കമ്പനികൾ വെറുതെ റിവെറ്റിംഗ് സിസ്റ്റത്തിൽ ഹിഞ്ചസ് അടിച്ചു കൊണ്ടുവരും. ആഫ്റ്റർ ഒരു 4th ഇയറോ 5th ഇയറോ മേ ബി അത് സാഗ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത എന്ന് പറയുമ്പോൾ ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടാവും? ടോട്ടൽ വെയിറ്റ് നോർമലി ഡോറിന്റെ ഡെൻസിറ്റി അനുസരിച്ച് വെയിറ്റ് കൂടും. ക്യുറാസിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഡോർ ആവറേജ് 3 feet ഡോർ 48 kg സ്റ്റാർട്ട് ചെയ്യുന്നു. 48 കിലോ ഉണ്ടോ? ആവറേജ് 48 kg സ്റ്റാർട്ട് ചെയ്യുന്നു. അപ് ടു ഒരു 65 to 70 kg വരെ വരുന്നുണ്ട്. ഒരു 3mm മറ്റ് ഡോറുകളിലേക്ക് സമീപിക്കുക നമുക്ക് 42 kg താഴെയാണ് വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. അതെന്താ?
അത് ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. മേ ബി വിഡ്ത്തും ഹൈറ്റും സെയിം ആയിരിക്കും. ഓക്കെ. അപ്പം ഞാൻ ഈ ഇഞ്ചസിൻ്റെ കാര്യം പറഞ്ഞു വന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇത് മറ്റു കസ്റ്റമർക്ക് അറിയില്ല. പ്രൈസ് കമ്പാരിസൺ നോക്കുമ്പോൾ സമയത്ത് വിഡ്ത്തും ഹൈറ്റും അതിൻ്റെ സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് പ്രൈസിനെ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ക്യൂറാസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട്. ഓക്കെ. ഇതായത് വെയിറ്റ് കൂടുതലുള്ള മെറ്റീരിയലാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഹിഞ്ചസ് വേണം അതിൽ. ബാക്ക് മെറ്റലും വേണം. ബാക്ക് മെറ്റൽ 3 mm ബാക്ക് മെറ്റലും വേണം. സ്റ്റീൽ ഡോറിന്റെ ലോക്കുകൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലോക്കിംഗ് സിസ്റ്റംസ് ആണ്. അതിൽ ഒരുപാട് ലോക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അഡീഷണൽ 12 ആണോ 15 ആണോ താഴെ മേലൊക്കെ ലോക്ക് ഉണ്ടാവും അല്ലേ? 5 ലോക്കിംഗ് പോയിന്റ്സ്. സ്റ്റീൽ ഡോർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട എന്നാണ് പറയാറുള്ളത്. ഇതിന് എത്ര രൂപ കൊടുക്കണം? 39,000 ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു മദർ ആൻഡ് ചൈൽഡ് ഓപ്ഷൻ ആണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ മഞ്ചാരി ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ആർക്കിട്രേവിൽ കേട്ടോ. ഇതും നേരത്തെ കണ്ടതിൻ്റെ മറ്റൊരു മോഡലാണ്. എനിക്ക് ഈ കളർ വല്ലാണ്ട് അത് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വുഡ് ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു 1-ാം തരം തേക്ക് വുഡ് അല്ലേ, ആ ഒരു ഫിനിഷ് തന്നെ വരുന്നുണ്ട്. ഓക്കെ. ലോക്കെല്ലാം അടിപൊളിയാണ്. ഈ ഡോറിന് എത്ര കൊടുക്കണം? ഇത് സിംഗിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 feet ഡോർ ആണെങ്കിൽ 20,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. 20,000. അതായത് റൂമുകളിലേക്കുള്ള ഡോറുകളാണ്. 3,000 ടു ഒരു 36,000 വരെ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീടുകളിൽ 3 രീതിയിലുള്ള ഡോറാ. ഒന്ന് മെയിൻ ഡോർ വലുത് അല്ലേ, 120 വരെയൊക്കെ കൊടുക്കുന്നത്. പിന്നെ റൂമുകളിലേക്ക് ഡോറ്, പിന്നെ എക്സിറ്റ് ഡോർ, പിന്നെ ബാത്റൂം ഡോർ, അങ്ങനെയൊക്കെ വരും. ഇതൊരു നല്ല മോഡലാണല്ലോ. ഇതിന് വലിയ വിലയാവോ? ഇല്ല, ഒരു 36,000 ആണ്. 36 ആണ്. മെയിൻ ഡോറിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. മെയിൻ ഡോറാണ്. ഇതൊക്കെ മെയിൻ ഡോറിൽ വരുന്നതാണ്. കുറച്ച് മെയിൻ ഡോർ വരുന്ന ഒരു 3.5 feet വരുന്ന ഡോറുകളാണ്. 3.5 feet ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലേ അതിൽ? അതെ. ഓക്കെ. ഇത് കുറച്ച് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായ റേറ്റ് മാറ്റം ഉണ്ടാവും? ഇല്ല, ട്രഡീഷണൽ ആണെങ്കിലും കണ്ടംപററി ആണെങ്കിലും പ്രൈസിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുള്ളൂ. സ്ലൈറ്റ് ഡിഫറൻസ്. എന്നാലും ഇതിന് എത്ര വരുന്നുണ്ട്? സിംഗിൾ ഡോർ ഒരു 36,000 ആണ് സിംഗിൾ വരിക അല്ലേ. ഇതാണ് മോഡേൺ ലുക്കിലുള്ള ഡോറ്. നമ്മൾ കുറേ കാലം മുമ്പേ ഈ ഒരു മോഡൽ സിമിലർ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരു വുഡിന്റെ ഫീൽ അല്ല അത് അല്ലേ, ഒരു മെറ്റാലിക് ടച്ച് ആണ്. ചില കസ്റ്റമറുകൾക്ക് വുഡിൽ നിന്ന് വ്യത്യസ്തമായ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതെ. അപ്പം അവർക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്, ഒരു ആർട്ട് ടൈപ്പാണ്. അതെ, മോഡേൺ ലുക്കാണ്. ഇതിന് വലിയ വില ഉണ്ടോ? അത് 29,000 ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ 3 feet ഡോർ വരുന്നത് 19,000 ഓൺവേർഡ്സ്. അത്രേ വരുന്നുള്ളൂ. ഓക്കെ. 19,000 ടു 26 വരെ. ഓക്കെ. ഇത് ചെറിയൊരു റൂം ഡോറിന് അല്ലേ. സ്റ്റീൽ ഡോർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മളിത് തടിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം വാതിൽ കട്ടല വെക്കണം. അതിൻ്റെ വുഡിൻ്റെ റേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മേക്കിംഗ് ചാർജ്, ഫിക്സിംഗ് ചാർജ്. അത് കഴിഞ്ഞതിന് ശേഷം ഡോർ വെക്കുന്നു, അതിൻ്റെ വുഡ് ചാർജ്, ഫിക്സിംഗ് ചാർജ്, അതിൻ്റെ കൂടാതെ പിന്നെ അതിൽ പോളിഷ് ചാർജ്, എക്സ്ട്രാ ലോക്ക്, ആക്സസറീസ്, ഇതെല്ലാം വെക്കുമ്പോൾ ഒരു വലിയൊരു സംഖ്യ ആവും. അതൊന്നും ഇല്ലാതെ വീട് പണി ഫിനിഷ് ആവുന്ന സമയത്ത് നേരെ കൊണ്ടുവെക്കാം. റെഡി ടു ഫിക്സ്. അതാണ് ഈ കാണുന്ന സ്റ്റീൽ ഡോർ. എന്നാൽ ലുക്കിൽ ഇത് ഒരിക്കലും ഒരു സ്റ്റീൽ ഡോറേ അല്ല, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വുഡൻ ഡോർ അല്ലേ. ഏതാ ലുക്ക്. ഇതിന് എത്ര രൂപ കൊടുക്കണം? 49,000 ആണ് സ്റ്റാർട്ടിങ്. 4 feet into 7 feet ആണ്. 7 feet ആയിട്ട്. പക്ഷെ ഇതിന്റെ കുറച്ചുകൂടി വീതി ഉണ്ടല്ലോ ഇതിന്റെ. ഇത് ഫുള്ളി വോൾ കവേർഡ് ആണ്. 10 സെന്റിമീറ്റർ വോൾ കവറിങ് വരുന്നതാണ്. ആർക്കിട്രൈ വരുന്നുണ്ട്. പിന്നെ 180 ഡിഗ്രി ഓപ്പണിംഗും ഉണ്ട്. ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഡോറ്, അതിലേക്ക് നല്ല രീതിയിലൊരു ഹാൻഡിൽ കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് ഒന്നും കൂടെ ആപ്റ്റ് ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള നല്ല ഡിജിറ്റൽ ലോക്ക് വെക്കാണ്. ഇത് മാറ്റി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ലോക്ക് ഹാൻഡിൽസ് നമുക്ക് ഓപ്ഷനിലാണ്. ഹാൻഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ലോക്ക്, സ്മാർട്ട് ലോക്സ് ഒക്കെ വ്യത്യസ്ത കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. അതിന് ഇപ്പം എക്സാമ്പിൾ നല്ല കമ്പനികളൊക്കെ ഉണ്ട്. ഐക്കിൻസ്, ഡോർ സെറ്റ്, ഇങ്ങനെ കമ്പനികളൊക്കെ നല്ല ഡിജിറ്റൽ ലോക്ക്, സ്മാർട്ട് ലോക്ക് ചെയ്യുന്നത്. അതിന് ആപ്റ്റായിട്ടാണ്. ഏത് സ്മാർട്ട് ലോക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഡിജിറ്റൽ ലോക്ക് അവർ നിങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെ അതാത് കമ്പനികൾ തന്നെ അവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു അപ്രോക്സിമേറ്റ് 10,000 ഓൺവേർഡ്സ് 30,000 വരെ കോസ്റ്റ് വരുന്ന ഡിജിറ്റൽ ലോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബ്രാൻഡഡ് അവൈലബിൾ ആണ്. ആ ബ്രാൻഡഡ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൽ സ്റ്റീൽ ഡോറിൻ്റെ ഒരു വാറണ്ടിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എത്ര വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്? ഡോറിന്
നമ്മൾ ട്രേഡിങ് ചെയ്ത് വരുന്ന 5 ഇയർ വാറണ്ടിയാണ്. 5 ഇയർ ആണ്. ഹാർഡ്വെയർസ് ഒക്കെ 2 ഇയർ വാറണ്ടി. ഡോറിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്ട്സിനൊക്കെ 5 ഇയർ. പിന്നെ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യൂറാസ് ഒരു 2 decades 20ാമത്തെ വർഷം തീർക്കുകയാണല്ലോ. ഞങ്ങളൊരു 99% കസ്റ്റമർ പ്രശ്നങ്ങളും സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡോറിനെ സ്റ്റീൽ ഡോറിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ അഡ്വാൻറ്റേജ് ക്യൂറാസ് നല്ല ഹൈ ക്വാളിറ്റി ലോക്കിംഗ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെയും ലോക്കിങ്ങിൻ്റെ ഒരു സിസ്റ്റം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതായിട്ട് കാണാൻ പറ്റില്ല. വളരെ അപൂർവമാണ്. ഔട്ട് ഓഫ് 1000 പോലും ഇല്ലെന്ന് പറയാം. അപ്പോൾ അത് മെയിനായിട്ട് ലോക്കിൻ്റെ ഒരു ബ്രാൻഡഡ് ലോക്കാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഇമ്പോർട്ടഡ്. അതൊരു അഡ്വാൻറ്റേജാണ്. 5 ഇയറിൻ്റെ അകത്ത് ഞങ്ങൾ സർവീസും ഹാർഡ്വെയർ ലോക്കിംഗ് സിസ്റ്റം എല്ലാം സർവീസ് ചെയ്ത് കൊടുക്കും. ആഫ്റ്റർ 5 ഇയേഴ്സ് ആണെങ്കിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. മറ്റേത് ചാർജബിൾ ആയിരിക്കും, ഹാർഡ്വെയർ ചാർജബിൾ ആയിരിക്കും. നിങ്ങൾ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം. അതായത് ഡോർ ഇങ്ങനെ റെഡി ടു ഫിക്സ് ആണ്. നമ്മുടെ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാരൊക്കെ പറയും ഡോറിന് ഒരു ബലം കിട്ടണമെങ്കിൽ അത് ആ ഒരു സ്ട്രക്ചറൽ ടൈമിൽ തന്നെ വെക്കണം എന്ന് പറയും. നമ്മളിത് ശരിക്കും ഫിനിഷിങ്ങിലാണ്. ഇതിന്റെ ഹോൾഡിങ് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എങ്ങനെ ഇത് പിടിപ്പിക്കുന്നു എന്ന് പറയാം. ഡോറിന്റെ ഇത് വോളായിട്ട് റിജിഡ് എക്സ്പെൻഷൻ ബോൾട്ടായിട്ട് ബന്ധപ്പെട്ടാണ് കൺസ്ട്രക്ഷനിലല്ല വരുന്നത്. ഞങ്ങൾ ഇതിന്റെ അകത്ത് 6 എക്സ്പെൻഷൻ ബോൾട്ട് വരുന്നുണ്ട്. ബോൾട്ട് ഇങ്ങനെ കൊടുക്കും. അതെ, 3 സൈഡിൽ 3 ആ സൈഡിൽ വരുന്നുണ്ട്. അതിലാണ് അതിന്റെ സ്ട്രോങ് ഫിക്സിങ്. പിന്നെ സപ്പോർട്ടീവ് ആയിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഫിക്സിങ്ങോ സിമെന്റ് ഫിക്സിങ്ങോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ നോക്കിംഗ് സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സിമെന്റ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ PUF പഫ് ഫില്ല് ചെയ്യാം. ഈ ഓപ്ഷൻസ് ആണ്. ഇത്രേ ആവശ്യമുള്ളൂ. ആസ് പെർ എഞ്ചിനീയറിംഗ് ഇത് മതി. അത് മതി. അതല്ലാതെ നേരെ അങ്ങ് കൊണ്ടുവച്ച് പോവല്ല. ഇതൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സിംഗിൾ ഡോറിന്റെ ഒരുപാട് മോഡലുകൾ ഉണ്ട്. മോർ ദാൻ ഒരു 7, 8, 10 മോഡൽസ് ഇപ്പോൾ പുതുതായിട്ട് വന്നു. ഓക്കെ, ഇനി ഇതാ വിൻഡോകളെ കുറിച്ചാട്ടോ പറയുന്നത്. വിൻഡോകൾ നല്ല മോഡൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ സ്റ്റീലിൽ അല്ലേ. ഇത് ഈ പെയിന്റ് ഫിനിഷ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അതോ നമ്മൾ പെയിന്റ് ചെയ്യണോ? അത് വേണ്ട, ഞങ്ങൾ കസ്റ്റമർഡ് ഓപ്ഷനാണ്. പ്രൈമർ കോട്ടഡ് വുഡ് ഗ്രെയിൻ അപ്ലൈ ചെയ്ത വിൻഡോസ് രണ്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൺ പ്രൊഡക്ഷൻ ആണ്. കസ്റ്റമർക്ക് അവരുടെ കസ്റ്റമൈസ്ഡ് സൈസിൽ അവൈലബിൾ ആണ്, സ്റ്റാൻഡേർഡ് സൈസിലും അവൈലബിൾ ആണ് അല്ലേ. ഇതിപ്പോ വുഡ് ആണെങ്കിൽ ഡാർക്ക് പ്ലെയിൻ കളറിൽ പ്ലെയിൻ ഫിനിഷ് ആണ്, റാൽ ഫിനിഷിലാണ്. അത് വുഡ് ഗ്രെയിൻ ഫിനിഷിലാണ്. ഇതിന് ഗ്ലാസ് നമ്മൾ പിന്നീട് ഫിക്സ് ചെയ്യായിരിക്കും അല്ലേ. അതാണ് പൊതുവെ ചെയ്തു വരാറ്. വിത്ത് ഗ്ലാസ്സിലും ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കും. ഓക്കെ ഓക്കെ, ഇതൊക്കെ നല്ല ഗ്ലാസ് ആണല്ലോ. കുറച്ച് അടിപൊളി ഡിസൈൻ ഒക്കെ ആഡ് ചെയ്യാൻ. സിമ്പിൾ ക്ലിയർ ഗ്ലാസ് ആണ്. അതിൽ ടഫൺ ഗ്ലാസ് വെക്കാം, ടഫൺ ചെയ്യാം. പിന്നെ നമ്മൾ നോർമൽ ഗ്ലാസ്സും വെക്കാം. നോർമൽ ഗ്ലാസ്സും വെക്കാം. ഓക്കെ, അങ്ങനെ വിൻഡോകളുടെ പല പല മോഡലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് മോഡലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വിൻഡോ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാം, സൈസ് കസ്റ്റമൈസ് ചെയ്യാം, സൈസും കസ്റ്റമൈസ് ആസ് വെൽ ആസ് കളർ. ഓക്കെ, കളർ ആൾസോ. ഇപ്പം ഇതിൽ ഞാൻ വേറെ കാര്യം, വിൻഡോ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റീൽ വിൻഡോ പല രീതിയിൽ വരുന്നുണ്ട്. ആളുകൾ പല രീതിയിൽ, ഇൻഡസ്ട്രിയൽക്കാർ വരെ ഇത് കൊണ്ടുവെക്കുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ആയിട്ട് ഈ സ്റ്റീൽ വിൻഡോകൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ? സ്റ്റീൽ വിൻഡോർ മെയിനായിട്ട് അതിൻ്റെ ഹിഞ്ചസ് സപ്പോർട്ട് ചെയ്യുമായിരിക്കണം. കൂടുതൽ ആളുകൾ പിൻ ടൈപ്പ് ഹിഞ്ചസിനൊക്കെയാണ് ചൂസ് ചെയ്യാറ്. അപ്പം ഈ ഹിഞ്ചസ് നമ്മൾ ബട്ടർഫ്ലൈ ഹിഞ്ചസിലാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്. പിന്നെ എല്ലാം ഇതിന്റെ കട്ടിങ് ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മെഷീൻ സപ്പോർട്ടാണ്, ഹാൻഡ് വർക്ക് വരുന്നില്ല. ഹാർഡ്വെയർ അതേപോലെ തന്നെ നല്ല ഹാർഡ്വെയർ കൊടുക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന മെറ്റല് ഗാൽവനോ ഷീറ്റ്, ടാറ്റ ഗാൽവനോ. അതാണ് നമ്മൾ ക്വാളിറ്റിയിൽ ടാറ്റ ഗാൽവനോ മെറ്റൽ ക്വാളിറ്റി അതാണ്. പിന്നെ വെൽഡിങ്ങിന്റെ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വെൽഡിങ്ങിലാണ് ചെയ്യും. ക്യൂറാസിന്റെ അടിപൊളിയായിട്ടുള്ള സ്റ്റീൽ ഡോർ കണ്ടു. പക്ഷേ സ്റ്റീൽ ഡോർ മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും ഡോറുകൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ അതർ ദാൻ സ്റ്റീൽ ഡോറിലെ ഒരു പ്രോജക്റ്റിലേക്ക് അനിവാര്യമായ WPC ഡോർ. WPC ഡോർ എന്ന് പറയുന്നത് ബാത്റൂമിന് വയ്ക്കാം, നമുക്ക് ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്യാം. മോയ്സ്ചറോ അല്ലെങ്കിൽ ഫ്ലഡൊക്കെ ഇഷ്യൂസ് ഉള്ള ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്ന ഡോറാണ് WPC. അപ്പോൾ അത് എല്ലായിടത്തും ആപ്റ്റായിട്ടുള്ള ഒരു ഡോറാണ്. അപ്പോൾ ഏതെങ്കിലും സൈഡിൽ സ്റ്റീൽ ഡോർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്യൂറാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളൂ UPVC ആൻഡ് ഫൈബർ ഡോസിൻ്റെ സിസ്റ്റം. ഫൈബർ ഡോസിൽ ഞങ്ങൾക്ക് അറൗണ്ട് 20 മോഡൽസ് ഉണ്ട്. അതും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഡോറുകളാണ് ഫൈബർ ഡോസ് അല്ലേ. ഇതൊക്കെ അതിന്റെ ഒരു സാമ്പിളുകളാണ്. ഇത് WPC ഡോസ് ആണ്. WPC ആണ്. വുഡ് ഗ്രെയിനിലാണ് WPC ഡോർ ഞങ്ങൾ മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്നത്. വുഡ് ഗ്രെയിൻ, അത് വുഡ് പോലെ, അതായത് നമ്മൾ അകത്ത് കൊടുത്ത ഡോറിന്റെ അതേ ഒരു സെയിം മാച്ചിങ് കളറിൽ കൊടുക്കും. ഇത് നമുക്ക് മോയ്സ്ചർ ഇഷ്യൂ പ്രശ്നമില്ല. ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട് പറയുമല്ലോ, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, വുഡിൽ വരുന്ന തടിയിൽ വരുന്ന ആ ഒരു നെഗറ്റീവ് ഇതില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ കാണുന്ന ഡോർ അടിപൊളി തന്നെയാണ്, WPC ആണെന്ന് പറഞ്ഞു. ഇതുപോലെ ഇതേ ലുക്ക് തന്നെയാണ് FRP ഡോറും അല്ലേ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം പറയാം? ഈ FRP ഡോർസ് എന്ന് പറയുന്നത് ഡോർ നല്ലതാണ്, പക്ഷെ അത് ഹോളായിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇത് റിജിഡാണ്, സോളിഡ് ആണ്.
ഇതിൻ്റെ അകത്ത് സാൻഡ്വിച്ചിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് വെയിറ്റിലും അപ്പിയറൻസിലും കമ്പാരിറ്റീവ്ലി FRPനെ കഴിയുമ്പോൾ വെയിറ്റും കൂടും. വുഡിൻ്റെ അതേ ക്വാളിറ്റി ഫീൽ ചെയ്യും. FRP ഡോർ ആകുമ്പോൾ പ്രൈസ് എത്രയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? FRPയുടെ പ്രൈസ് വിത്ത് വുഡ് ഗ്രെയിനിൽ അപ്രോക്സിമേറ്റ് 15,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അത് ഇൻക്ലൂഡിങ് ഫ്രെയിം, ഡോർ, അതിൻ്റെ വുഡ് ഗ്രെയിൻ ഡിസൈൻ, അക്സസറീസ്, ലേബർ. അതായത് ഇവിടുന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾ വന്ന് ഫിക്സ് ചെയ്ത് തരുന്ന ചാർജ്, അതായത് അതിൽ ഡെലിവറിയും ഫിക്സിങ്ങും അതിനകത്തുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇതിലാണെങ്കിൽ WPC-യിലാണെങ്കിലോ? WPC-യിലാണ് ഞാൻ പറഞ്ഞത്. FRP ഒരു 7,000 to 10,000 ആണ് ആവറേജ് ഇൻ ബിറ്റ്വീൻ കോസ്റ്റ് വരുന്നത്. ബേസ്ഡ് ഓൺ മോഡൽസ് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഇതല്ലാതെ എവിടെയും കുറെ മോഡൽ കണ്ടു. കുറാസ് വേറെ എന്തൊക്കെയാ ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്? ഇത് ഒരു സ്റ്റീൽ ഫ്രെയിമാണ്. ഞങ്ങൾ എൻ്റെ ഫാക്ടറി ചെയ്യുന്ന സ്റ്റീൽ ഫ്രെയിമാണ്. ഇപ്പോൾ വൈൽ കൺസ്ട്രക്ഷൻ നിങ്ങൾ നേരത്തെ ചോദിച്ചു, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം വെച്ച് പോകാൻ പറ്റും. അതെ, ഇത്തരം ഫ്രെയിമുകൾ സ്റ്റീലിൽ നിർമ്മിച്ച ഗാൽവനോ ടാറ്റ ഗാൽവനോൻ്റെ സ്റ്റീൽ ഫ്രെയിം നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ലാമിനേറ്റഡ് ഡോറ്, വെനീർ ഡോറ്, മെമ്മറൈൻ ഡോസ്, ഇങ്ങനെ മാർക്കറ്റിൽ ട്രെൻഡി ആയിട്ടുള്ള ഒത്തിരി ഡോറുകളുണ്ട്. ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഫിക്സ് ചെയ്യുമ്പോൾ അത് എക്കണോമിക്കലായിട്ട് ഒരു 10,000 11,000 ഡോർ വിത്ത് ഫ്രെയിം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഡോർ WPC ഡോറാണ് അല്ലേ? ഇത് WPC ഡോർ പോളിഷ് ചെയ്യാത്ത ഡോറാണ്. ഫ്രെയിമും പോളിഷ് ചെയ്യാത്തതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ UPVC വിൻഡോയും കാണുന്നുണ്ടല്ലോ. ഇതിന്റെ ഒരു ഇത് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ നിങ്ങൾ? ഇത് ഞങ്ങളുടെ ഫാക്ടറി തന്നെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ സ്ലൈഡിങ് 2 ട്രാക്ക് 3 ട്രാക്ക് എല്ലാ ഓപ്ഷനുണ്ട്. ഓക്കെ, ഇതിൻ്റെ IMAX ഇഞ്ചസ് ചെയ്യുന്നുണ്ട്. IMAX ഇഞ്ചസ് ആണ് കേട്ടോ അതിനകത്തൊക്കെ വരുന്നത്. IMAX ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും ഇത് സ്റ്റോപ്പ് ചെയ്യാം, പോസ് ചെയ്യാം, എങ്ങനെയും വെക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് വുഡ് ഗ്രെയിനിൽ വരുന്നുണ്ട്, വൈറ്റ് UPVC വരുന്നുണ്ട്. പിന്നെ ഓഫീസിനോ വീടുകൾക്കോ പാർട്ടിഷൻ പിന്നെ പോർച്ച് ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ? UPVCയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാണല്ലോ പറയാം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്? UPVC ബേസ്ഡ് ഓൺ അതിൻ്റെ പ്രൊഫൈലിന് ബേസ് ചെയ്തിട്ടാണ്. നല്ല പ്രൊഫൈല് 10 വർഷം വാറണ്ടി കൊടുത്തു വരുന്ന പ്രൊഫൈൽ വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് 400 to 450 ഓൺവേർഡ്സ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും, ഇൻക്ലൂഡിങ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ടോട്ടൽ കോസ്റ്റ് ആണ്. അത് കളറിലോട്ട് പോകുമ്പോൾ 650 to 800 ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൊഫൈൽ. നല്ല റിജിഡ് PVC ബ്രാൻഡഡ് വിത്ത് വാറണ്ടിയിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ്. വാറണ്ടി അറിയുമ്പോൾ എത്ര വർഷം ഉണ്ടാവും? 10 ഇയർ കളർ വാറണ്ടി, ഹാർഡ്വെയർ വാറണ്ടി ഒക്കെ കിട്ടുന്നുണ്ട് UPVC. നമ്മളിത് ഓഫറും മോഡലൊക്കെ പരിചയപ്പെടുത്തി. ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് ഇത് വേണമെങ്കിൽ നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് വരേണ്ട ആവശ്യമില്ല, എവിടെ നിന്നും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അത് മാത്രമല്ല സർവീസ് സെൻറ്റർ കേട്ടോ ഡിസ്ട്രിക്റ്റിൽ, അതാണ് മെയിനായിട്ട് ചോദിക്കേണ്ടത്. ക്യൂറാസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസിൽ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉണ്ട്, ടെക്നീഷ്യനും ഉണ്ട്, സർവീസ് സെൻറ്ററും ഉണ്ട്. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സെൻറ്ററോ സർവീസ് സെൻറ്ററോ ഉണ്ട്. കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ഹൈദരാബാദ് റീജിയനിലും എക്സ്പീരിയൻസ് സെൻറ്റേഴ്സും ഉണ്ട്, സർവീസ് സെൻറ്ററും ഉണ്ട്. അത് മറ്റുള്ള കമ്പനിയിൽ നമ്മളൊരു വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. സർവീസ് അഷ്യൂർഡാണ്. സർവീസാണ് മറ്റൊരു പ്രധാന ഘടകം. ഇനിയിപ്പോൾ പ്രോജക്റ്റുകളിലേക്കൊക്കെ പോകുന്നുണ്ടോ സ്റ്റീൽ ഡോർ? അതല്ല വീടുകളിലേക്ക് മാത്രമാണോ? എങ്ങനെയാണ്? ഈ ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ് വരെ ക്യൂറാസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 8000 ഡോർ വരെയുള്ള പ്രൊജക്ട്സുകൾ ഞങ്ങൾ സ്റ്റീൽ ഡോറും അലൈഡ് പ്രൊഡക്ട്സുകൾ, ഷാഫ്റ്റ് ഡോർ, ഡക്റ്റ് ഡോർ, സ്റ്റീൽ ഡോറുകൾ പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞു. കോർപ്പറേറ്റ് സെക്ടറിലും കൊടുത്തു കഴിഞ്ഞു. ബെർല ഉൾപ്പെടെയുള്ള നല്ല സെഗ്മെന്റ്സിൽ ഡോർ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വില്ലകൾക്കൊക്കെ ആണെങ്കിൽ ആർക്കിടെക്ട്സിന് ഡയറക്റ്റ് മോഡലുകളാണ്. വില്ല മാത്രമല്ല ഹൈ റൈസ് അപ്പാർട്ട്മെന്റിലും കൊടുത്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡ് എൻഡിലെ ഏകദേശം കുറ്റിക്കാട്ടൂരാണ് പ്ലേസ്. മാവൂരെത്തുന്നതിന് മുമ്പായിട്ട് അല്ലേ? കുറ്റിക്കാട്ടൂരാണ്. മെഡിക്കൽ കോളേജിനുണ്ട് 3 കിലോമീറ്റർ അത്രയേ വരുന്നുള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു. റൈറ്റ്.